ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഷാനവാസും അനീഷും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹയ്യ 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 എന്ന് നമ്മുടെ ഷാനവാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. റിയാസൊക്കെ ഇവിടുന്ന് പോയി, ഇനി ഇത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല എന്ന് അനീഷ് ഷാനവാസിനോട് പറയുന്നുണ്ട്. ഇത് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ റിയാസ് വന്നിട്ട് പോയിട്ടൊന്നും എനിക്ക് പറയേണ്ട കാര്യമില്ല. അല്ലെങ്കിലും ഈ റിയാസ് ആരടാ? ഒരു ഗസ്റ്റായിട്ട് വന്നു, അവനൊരു സ്പേസ് കിട്ടിയപ്പോൾ അവിടെ കിടന്ന് കുറേ അങ്ങോട്ട് പ്രസംഗിച്ചു. അതിനുശേഷം ഇവിടുന്ന് പോകുന്നതിൻ്റെ സമയത്ത് പോകാൻ ഇറങ്ങിയപ്പോൾ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കില്ല എന്ന് പറഞ്ഞ് എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് തന്നതുമില്ല. പക്ഷേ ഞാനതൊന്നും മൈൻഡാക്കിയില്ല. എല്ലാവരും അവനെ യാത്ര അയക്കാൻ പോയപ്പോൾ ഞാനും വന്നിട്ടുണ്ടായിരുന്നല്ലോ. അത് ഓരോരുത്തർക്കും അവരവരുടേതായ ചിന്താഗതികളുണ്ടാവും. അതിന് നമ്മൾ ഒന്നും പറയരുതെന്ന് അനീഷ് ഷാനവാസിനോട് ഉണ്ട്. അവൻ മര്യാദകേട് കാണിച്ചാൽ ഞാനും മര്യാദകേട് കാണിക്കും. എന്നോട് ഇങ്ങോട്ട് മര്യാദ ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചും അങ്ങോട്ട് മര്യാദ കൊടുക്കും. എന്താണെങ്കിലും ശനിയാഴ്ച ആവട്ടെ, ആ ഒരു കാര്യത്തിൽ തീരുമാനം കിട്ടുമല്ലോ. ഈ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും അധികം കൂടുതൽ ശനിയാഴ്ച ആകാനും ലാലേട്ടനെ കാണാനും ആഗ്രഹിക്കുന്ന വ്യക്തി ഞാൻ തന്നെയാണ്. അന്നാണ് ഞാനൊരു കാര്യം തീരുമാനിക്കുക, നിന്നെ സുഹൃത്തായി അംഗീകരിക്കണമെന്ന്. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയണമെന്ന് അനീഷ് പറയുന്നുണ്ട്. ഇതെന്താണ് മാർക്ക് അങ്ങനെ പേഴ്സൻറ്റേജ് എ ഗ്രേഡ് ബി ഗ്രേഡ് എന്നൊക്കെ ഉണ്ടോ? എന്നാലും മാത്രമാണോ നീ എന്നെ സുഹൃത്താക്കുള്ളൂ ചങ്ങാതി എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അനീഷ് പറയുന്നുണ്ട്, ഇല്ല ശരിയാണോ തെറ്റാണോ എന്ന് അറിഞ്ഞു കഴിഞ്ഞ് ഞാൻ എന്താണെങ്കിലും ഇതിനെ സുഹൃത്താക്കും എന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും ആ ഒരു കാര്യത്തിൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ നിനക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനാണ് നിൻ്റെ കൂടെ ഇത്രയും അധികം സപ്പോർട്ട് ചെയ്ത് നിൻ്റെ കൂടെ നിന്നത്. അതിന് നന്ദിയുണ്ട് കൂട്ടാളി പങ്കാളി എന്നൊക്കെ നമ്മുടെ ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട്. അപ്പോൾ തിരിച്ചും അനീഷ് പറയുന്നുണ്ട്, നന്ദിയുണ്ട് മിത്രമേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു പൊട്ടിച്ചിരിക്കുന്നുണ്ട്. എന്താണെങ്കിലും എനിക്ക് ഈ ബിഗ് ബോസിൽ വിശ്വാസമുണ്ട്, ലാലേട്ടനിലും വിശ്വാസമുണ്ട്. ഇവിടുത്തെ ക്യാമറകൾ ഹൈഡ് ചെയ്യില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഇവിടുത്തെ ഇത്രയും ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പുറത്ത് വരും. എനിക്കത് ഉറച്ച വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിൻ്റെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്.